ഗൈസ്, ഈ കാട്ടിക്കയറുന്ന എന്താ പരിപാടി എന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്. വേറെ ഒന്നല്ല, നമ്മൾ ചേമ്പ് പറിക്കാൻ വേണ്ടി വന്നാട്ടോ. കഴിഞ്ഞ ദിവസം കടയിൽ നിന്ന് ചേമ്പ് മേടിച്ചപ്പോൾ അവനത് അരിഞ്ഞരിഞ്ഞ് അവൻ്റെ കപ്പ അരിയും പോലെ വന്നിട്ട് അമ്മ വറുത്ത് കൊടുത്തായിരുന്നു. അപ്പോൾ അവനത് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ഞങ്ങൾ കാട്ടിൽ കുറേ ചേമ്പ് ഉപ്പുണ്ട്, എന്തായാലും വേസ്റ്റ് ആക്കണ്ട, അച്ചു വേറെ ഇരിക്കുമ്പോഴൊക്കെ തിന്നോളൂ എന്ന് ഓർത്തുകൊണ്ട് ഉണ്ടാക്കാലോ എന്ന് ഓർത്തുകൊണ്ട് പറിക്കാൻ വേണ്ടി കാട്ടിൽ ചെന്നിട്ട് അതിനെ പറിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ മാന്തി കുറേ ചേമ്പ് നമ്മൾ മാന്തി മാന്തി നോക്കി. ചിലതിലൊക്കെ 2-3 ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. എന്നാലും നമുക്ക് അത്യാവശ്യം കിട്ടി. അങ്ങനെ മാന്തിക്കൊണ്ടിരിക്കുകയാണ്. അച്ഛനും കൂടെ തന്നെ പോയി നിൽപ്പുണ്ട് കേട്ടോ. അച്ഛനെ സഹായിക്കാൻ വേണ്ടി ചേമ്പ് എടുത്ത് തരുമ്പോൾ അത് കൂട്ടിലേക്ക് ഇടാനും ഒക്കെ വേണ്ടി അച്ഛൻ സഹായിക്കാൻ പോയി നിൽക്കുകയാണ്. അവിടെയൊക്കെ തന്നെ ഉരുണ്ട് വീഴുന്നുണ്ടായിരുന്നു കേട്ടോ, പുല്ലിൻ്റെ ഇടയിലൊക്കെ കാല് കെട്ടിയിട്ട്. അതൊന്നും നമ്മൾ വീഡിയോ എടുത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. മാത്രമല്ല, ഞങ്ങളിങ്ങനെ പറിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിലത്ത് മൊത്തം പുളി ചാടി കിടപ്പുണ്ട് കേട്ടോ. അവിടെ ഒരു വലിയ പുളിമരം നിൽപ്പുണ്ട്, അതിൽ നിറയും പുളിയാണ്. അതിങ്ങനെ ചാടി ചാടി പോകും. ഇപ്പം ഞങ്ങളതിനെ പറക്കാനൊന്നും പോകാറില്ല. പണ്ട് അച്ഛൻ്റെ കിണികിണിയൊക്കെ ഇതൊക്കെ പറയുമ്പോൾ ഓർമ്മ തന്നെ. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കണ്ടു കേട്ടോ, ശരിക്കും ചിരിച്ചു പോകും. അങ്ങനെ കുറെ പരിശ്രമിച്ച് നമുക്ക് കുറെ കിട്ടിക്കൊണ്ടിരുന്നു കേട്ടോ. ഇഷ്ടം പോലെ കിട്ടിയെന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാലും നമുക്ക് ആവശ്യത്തിന് കിട്ടി കേട്ടോ. പക്ഷേ അത് കിട്ടുന്നതൊന്നും ഇതിൽ കാണുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ലാസ്റ്റ് ആകുമ്പോൾ മാത്രമേ എത്ര കിട്ടിയെന്ന് നമ്മൾ ക്ലിയർ ആയിട്ടും കാണിക്കുന്നുള്ളൂ. അങ്ങനെ സമയമൊക്കെ സന്ധ്യയായി വരുന്നുണ്ട് കേട്ടോ. വേഗം പറിച്ചിട്ട് കയറിപ്പോയുള്ള തിരക്കിലാണ് ഞങ്ങൾ. അപ്പോഴാണ് നമുക്കൊരു വലിയത് കിട്ടിയത്, കണ്ടില്ലേ. അങ്ങനെ സമയം സന്ധ്യ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു 5 മണിയൊക്കെ കഴിഞ്ഞിട്ടോ. 5 മണി 5:30 ആയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ പറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കുറച്ച് പ്രയാസമുള്ള പണിയായിരുന്നു കേട്ടോ. കാരണം കുറേ പുല്ലും ഇലയൊക്കെ കയറി കിടക്കുന്ന കാരണം നമ്മളിങ്ങനെ കുറേ മാന്തി മാന്തി പോകേണ്ടി വരും കേട്ടോ. വേസ്റ്റൊക്കെ ഉണ്ടാവും പറയാണ്ട്. എന്നാലും കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ജസ്റ്റ് ഒരു സിമ്പിൾ പണിയായിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ തോന്നും നിങ്ങൾക്കൊക്കെ. പക്ഷേ ജസ്റ്റ് ഒരു ഇത്തിരി പാടുപെട്ട പണി തന്നെയാണ് ഇതിങ്ങനെ പറക്കിയെടുക്കണമെന്നും കണ്ടുപിടിക്കണമെന്നൊക്കെ പണിൻ്റെ അടിയിൽ നിന്ന്. അപ്പം അച്ചുകുട്ടിനെ ഇങ്ങനെ കൂട് നിവർത്തിക്കൊണ്ട് അടുത്ത് തന്നെ പോയി നിൽക്കുന്നുണ്ട് കേട്ടോ. ഒരു ഇത്തിരി നേരം പോലും മിസ്സാവരുത്. അച്ഛൻ എപ്പോൾ പറിച്ചു കഴിയുന്നു അപ്പം തന്നെ കൂട്ടിലിടാൻ വേണ്ടി അടുത്ത് തന്നെ പോയി നിൽക്കണം അവൻ. അങ്ങനെ കുറേ താഴെ പോയതൊക്കെ അവൻ തിരിച്ച് കൂട്ടിലേക്ക് തന്നെ പറക്കിയിരുന്നു കേട്ടോ. ഇപ്പം ഞാൻ ചോദിച്ചില്ലേ എന്താ കളഞ്ഞേന്ന്. കാരണം എന്നാണെന്നറിയോ, അതൊരു കുഞ്ഞു സാധനമായിരുന്നു. അതൊക്കെ തിന്നിട്ട് എന്ത് കിട്ടാനെന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരൻ അത് എറിഞ്ഞു കളഞ്ഞെന്ന് അവൻ പറഞ്ഞിട്ടോ. അങ്ങനെ കിട്ടിയതൊക്കെ വെച്ചുകൊണ്ട് അച്ചു അമ്മയുടെ അടുത്തേക്ക് കാണിക്കാൻ വേണ്ടി കൊണ്ടുപോകണെയാണ് ആ കാണുന്നത്. വന്ന വഴി കുറേ വീണായിരുന്നു, അതാ എടുത്തില്ല. അപ്പം ഇതാണ് കിട്ടിയത്.